എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, ഇവിടെ അതിഥിയായിട്ട് വന്നിട്ട് ഞങ്ങളോട് ചോദിക്കണം. എന്തായാലും എനിക്ക് എക്സാം ആണ് ഇപ്പൊ. എക്സാം ആണ്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? ഒരു എക്സാം കൂടെ ഉള്ളു, ഇപ്പൊ ലീവാ. പലതും നടക്കോ? നടന്നാ മതി. ജയിക്കണം ഞാൻ പ്രാർത്ഥിക്കണം. ഇതുവരെ ഏതെങ്കിലും എക്സാമിന് തോറ്റിട്ടുണ്ടോ? ബോർഡ് എക്സാമിനൊന്നും തോറ്റിട്ടില്ല, സ്കൂൾ എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും തോറ്റിട്ടില്ല അല്ലേ? അല്ല, അപ്പൊ ഇതും കുഴപ്പമില്ല. അടുത്ത എക്സാം അതെ അതെ, കോൺഫിഡൻസ് ഇരിക്കട്ടെ. കാരണം ഒരുപാട് എക്സാംസിന് തോറ്റിട്ടുള്ള ഒരാൾ ഇവിടെ അതുകൊണ്ട് കുഴപ്പമില്ല, ടെൻഷൻ ഇല്ല. എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും ദൈവത്തിന്റെ കൃപ കൊണ്ട് സുഖമായിരിക്കണം. രവീന്ദ്രൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ട് കേട്ടാലോ? ഇനി റെഡിയാണോ? റെഡിയാണ്. അതിനുവേണ്ടി നമ്മുടെ ആവണിക്കുട്ടി വരികയാണ്. വെൽക്കം ആവണി ഓൺ സ്റ്റേജ്. ആവണി ഇങ്ങനെ ബൈ കാണിക്കൂലേ? അപ്പൊ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബൈ ഇങ്ങനെ തൂക്കിയിട്ടവരെ ഇങ്ങനെ പോയിക്കൊണ്ട് ഒരു ബലമില്ലല്ലേ ഇങ്ങനെ തൂക്കിയിട്ട്. അതന്നെ. എന്തൊക്കെയാണ് ആവണി? ഇന്ന് ഞാൻ കുസൃതി ചോദിക്കണം എന്ന് പറഞ്ഞാ വന്നേ. ആണോ? അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് കുസൃതി ചോദ്യമൊക്കെ നോക്കിയിട്ട് വന്നു. പക്ഷെ ഇവിടെ വന്ന് ഞാൻ ഇവരോട് ചോദിച്ചപ്പോ അവരൊക്കെ അതിന്റെ ആൻസർ പറയുന്നു. നമുക്ക് ആർക്കും അറിയില്ലായിരിക്കും. ധൈര്യം ചോദിച്ചോ. നമുക്ക് 3 പേർക്കും അറിയില്ലായിരിക്കും. ചോദിക്കട്ടെ, വലുതാവുമ്പോ പേര് മാറുന്ന കായ ഏതാ? തേങ്ങ. ഇനി മത്സരം മിണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ 2 ബക്കറ്റില് വെള്ളമുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ബക്കറ്റില് തുളയുണ്ട്, ഇങ്ങനെ ഇതുണ്ട്. പക്ഷെ അതിനകത്ത് കൂടി വെള്ളം പോകുന്നില്ല. കാരണം എന്താ? ഒരു ബക്കറ്റ് മറ്റേ ബക്കറ്റ് ഉള്ളിലാണോ വെച്ചിരിക്കുന്നത്? അതില് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണോ? വെള്ളം മുണ്ടാണല്ലോ ഉള്ളത്. മുണ്ട്, വെള്ളമുണ്ട്. അതെ, വെള്ളമുണ്ട്. എനിക്ക് കിട്ടി. അച്ചു, ഇതെങ്ങനെ? എന്റെ ചോദ്യം ഉണ്ട്. നമ്മുടെ ആവണിക്കുട്ടി പറയുന്ന പോലെ ഒരു കുസൃ ചോദ്യം. ദേശാടന കിളി കരയാറില്ല, എന്തുകൊണ്ട്? ദേശാടന കിളിയോ? കരയാറില്ല കാരണം ദേശാടന കിളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തോട്ട് പോണ കിളിയല്ലേ? കരയൂലേ? ഇല്ല, അവർക്ക് സങ്കടമൊന്നുമില്ല. അവർക്ക് മൊത്തം ഫ്രീഡം അല്ലേ, അതുകൊണ്ടായിരിക്കും ഫ്രീഡം ആയതുകൊണ്ട് ഞങ്ങൾ കരയാറില്ല. അല്ല, ആരും റെസ്ട്രിക്ട് റെസ്ട്രിക്ട് ചെയ്യാൻ ആരും ഇല്ലല്ലോ. നല്ലൊരു ആൻസർ ആണ് കേട്ടോ. ആൻസർ ഇതാണ്, കൂട്ടിലടിച്ച കിളിയല്ല. അതല്ലേ അതന്നെ ഫ്രീഡം. അല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിഞ്ഞില്ല. നമ്മുടെ സിനിമയുടെ പേര് ദേശാടന കിളി കരയാറില്ല. 1986 ആണ് അല്ലേ? ഞാൻ SSLCക്ക് പഠിക്കുന്ന സമയമാണ്. നിരന്തരമായിട്ട് ഓൾ ഇന്ത്യ റേഡിയോയിൽ കേട്ടുകൊണ്ടിരുന്ന പാട്ടാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് എഴുതിയത് ONV സാറാണ്. സംഗീതം ഓഫ് കോഴ്സ് രവീന്ദ്രൻ മാസ്റ്റർ ആണ്. പത്മരാജൻ സാറാണ് ഇതിന്റെ ഡയറക്ടർ. ലാലേട്ടൻ, കാർത്തിക ചേച്ചി, പിന്നെ ഷാരി, അങ്ങനെ പലരും അഭിനയിച്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൽ വേറൊരു പാട്ടുണ്ട് കേട്ടോ, ബ്യൂട്ടിഫുൾ ആണേ. മധു, പൂവേണോ പൂവേണോ, അത് തന്നെ. പൂവേണോ? ഇപ്പൊ പൂവേണോ? പാടി കഴിഞ്ഞിട്ട് കൊടുക്കണം. എന്റെ കയ്യിലില്ല തരാൻ. പൂവില്ല, പൂത്തിരിയേ ഉള്ളൂ. അത് ശരി. അത് അപ്പൊ നമുക്ക് കലക്കണ്ടേ? വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി ഒരു കാടെല്ലാം പൂത്തു മധുകര മൃദുലവലഹരിയിലലിയുക മതകര സുരഭില മധുവിതിലൊഴുകുക നീ വാസന്ത കിളി നൗകയായി. വാനമ്പാടി ഏതോ തീരങ്ങൾ തേടുന്ന വാനമ്പാടി ഒരു കാടെല്ലാം പൂത്തു മധുകര മൃദുലവലഹരിയിലലിയുക മതകര സുരഭില മധുവിതിലൊഴുകുക നീ വാസന്ത കിളി നൗകയായി.
വാനമ്പാടി ഒരു കാടെല്ലാം പൂത്തു മധുകര മൃദുരവലഹരിയിലലിയുക മതകര സുരഭില മധുവിതിലൊഴുകുക നീ വാസന്ത കിളി നൗകയായി. വാനമ്പാടി ഒരു കാടെല്ലാം പൂത്തു മധുകര മൃദുരവലഹരിയിലലിയുക മതകര സുരഭില മധുവിതിലൊഴുകുക നീ വാസന്ത കിളി നൗകയായി. ഗുഡ് മോളെ ഗുഡ്. താങ്ക് യു സർ. ഇതിലെനിക്ക് തോന്നിയ ചില സ്ഥലങ്ങളിലൊക്കെ ശ്രുതി പ്രശ്നം. ഈ ശ്രുതി കംഫർട്ടബിൾ ആയിരുന്നോ? ബേസിലേക്കും കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, ഹൈയിലേക്കും കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. അതുകൊണ്ട് അതിങ്ങനെ കുറച്ച് സ്ട്രെയിൻ ആയിരുന്നു ഈ പാട്ട് മൊത്തത്തില്, അല്ലേ? അത് ഈ പാടിയപ്പോ മനസ്സിലായി. ആ നീ എന്തു പറ്റി? എന്നാ പറ്റി എന്റെ കൊച്ചേ? നീ എന്നാ അത് അത് കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം കേട്ടോ. അത് ഒരു സ്ഥലത്തും അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല ഇന്ന് പാടിയതില്. പിന്നെ ഹലോ അതൊക്കെ നന്നായിരുന്നു. തുടക്കമൊക്കെ ബെസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ചിറകുകളാൽ തിരിയുഴിയു അതിന്റെ ഒക്കെ എന്റെ ഒക്കെ ഇല്ലേ, അതെങ്ങനെയാ പാടിയ? അതിന്റെയൊക്കെ ക്ലാരിറ്റി അവിടെയൊക്കെ. അതുപോലെ തന്നെ ചരണത്തിലും അതേ പോർഷൻ കേട്ടോ. സ്വരജതികൾ പാടി കുറച്ച് അവിടെയും ഫ്ലാറ്റായി. ഈ മണ്ണിൽ പാടിയപ്പോൾ ഹൈ പിച്ച് കാരണം കൊണ്ട് കുറച്ചൊന്ന് ക്രാക്കായി. ചരണത്തില് തുടക്കം നന്നായിരുന്നു. തേൻ മാവിൻ കിങ്ങിണികൾ നാറും തേനൂറും അതൊക്കെ നന്നായിരുന്നു. പൊൻകണികൾ ആ ഭാഗമൊക്കെ നന്നായിരുന്നു. പിന്നെ സ്വരമധുരം നൽകൂ പ്രശ്നമായി. എവിടെ എങ്ങനെയാ? നൽകൂ താര. അതിന്റെയും കുറച്ചും കൂടി ശ്രുതി എത്തണം, ക്ലാരിറ്റി വേണം തോന്നി. ഇതൊക്കെയാണ് ഇന്നുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങള് കേട്ടോ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്രേ ഉള്ളൂ. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അവണീസ് കുട്ടീസ്, എന്തോ സാർ ഇന്നത്തെ പെർഫോമൻസ് കൊള്ളാമായിരുന്നു. പക്ഷേ ഈ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താണ്? ഡീറ്റെയിൽസ് നമുക്ക് കുറച്ചും കൂടി പഠിക്കാം, ശ്രദ്ധിക്കാം. കുറച്ചും കൂടിയല്ല, ഡീറ്റെയിൽസിൽ ശ്രദ്ധിക്കുക എന്നുള്ള, അതിൽ ശ്രദ്ധിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ടോർച്ച് അടിച്ചു നോക്കണം ഒരു സംഗതിയും. അതിനകത്ത് ഏതൊക്കെ നോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല പ്രകാശം വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കുക. ഭൂതക്കണ്ണാടി, ശരിക്കും ഒരു ഭൂതക്കണ്ണാടി വേണം, വേണ്ടി വരും. ചെറുതല്ല, വലുത് വേണം. ഒരു വലിയ ഭൂതക്കണ്ണാടി വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ പാട്ട് കുറച്ചും കൂടെ നന്നായിട്ട് നമ്മുടെ കുഞ്ഞിന് പാടാനായിട്ട് പറ്റും. പറ്റൂലേ? പക്ഷെ നമ്മളെ അങ്ങനെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട, നമ്മളെ കണ്ടുപിടിക്കും കേട്ടോ. ഇതൊക്കെ പറയുന്നത് എന്തിനാ? യാ, ഇറ്റ്സ് ഓൺലി ഫോർ യു. നന്നാവാൻ വേണ്ടിട്ടാ. ഇതിന് ക്രട്ട് എന്ന് പറയുന്നത് ഒരു പദ സരി സരി ദസ ദസ രിഗ രിഗ സരി സരി ഗപ ഗപ ദ സാനീത പദ ഗ ഗ. ഇത്രയും സംഭവത്തിലാണ് കാര്യങ്ങൾ കംപ്ലീറ്റ് കിടക്കുന്നത്, അല്ലേ? അതിന് നമുക്ക് ഏറ്റവും ഒരു സീക്രട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വവൽസ് ആണ്. വവൽസ് എന്ന് പറഞ്ഞാൽ
AEIOU. AEIOU വെച്ച് പ്രാക്ടീസ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സംഗതി പറയണെങ്കിൽ ആദ്യം എ എന്ന് പറഞ്ഞാൽ ആ, പിന്നെ ഇ, നമ്മൾ പല്ല് ഡോക്ടറെ അടുത്ത് കാണിക്കുന്നത് ഇ എന്ന് കാണിക്കുന്നത്, അതുപോലെ പിന്നെ ഐ ഓ ഊ അങ്ങനെ വെച്ചിട്ട് ഇപ്പൊ മധുചേട്ടൻ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും. പദ പദ സരി സരി ദസ ദസ രി ഗ രി ഗ സരി സരി ഗ പദ പദ ഗ പ ഗ പ ഗ സാനി ദ പദ ഗ ഗ ഗ അല്ലേ? അതെ. അത് എ എന്ന് പറഞ്ഞില്ലേ ആ, അതെങ്ങനെ പാടാൻ പറ്റും? ഇനി ഈ ആണെങ്കിൽ എങ്ങനെ? ഇതാണ്. ഇനി ഐ ആണെങ്കിലോ? ഓ ആണെങ്കിലോ? ഇനി എന്താണ് ബാക്കി? എന്താ ഉള്ളത്? AEIOU. ആ ഊ. സി, അത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം നമ്മള്. അത് ആദ്യം പതുക്കെ പ്രാക്ടീസ് ചെയ്യണം, പിന്നെ പതുക്കെ ടെമ്പോ കൂട്ടി നമ്മുടെ പാട്ടിന്റെ ടെമ്പോയിലേക്ക് എത്തണം. അപ്പോ ആ ടെമ്പോ ട്രാവലർ നന്നായിട്ട് പോകും. അപ്പൊ അതാണ് സംഭവം കേട്ടാ, അത് ശ്രദ്ധിക്കുക. ഓക്കെ. ആവണിക്കുട്ടി, എന്താ ചേച്ചി? ഈ പാട്ട് പാടാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നോ? പേടി ഉണ്ടായിരുന്നല്ലേ? എനിക്കത് ഫീൽ ചെയ്തു ഇവിടെ. എന്തായിരുന്നു, ഏത് ഭാഗമായിരുന്നു പേടി? അതെന്നായിരുന്നു അല്ലേ? എന്നാ കറക്റ്റ് ആയിട്ട് എവിടെയൊക്കെ അത് പാടിയോ അവിടെ ക്ലാഷ് പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പൊ ആ പേടി കറക്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് അതാണ് മൊത്തത്തിൽ പാട്ട് ചെറിയ സാധാരണ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുമോ ഇപ്രാവശ്യം ശരിയാവോ, പക്ഷെ എല്ലാ പ്രാവശ്യം അത് അൺഫോർച്ചുനേറ്റ്ലി സ്ലിപ്പായി പോയി. ഓക്കെ, കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്താൽ മതി. ഓൾ ദി ബെസ്റ്റ് ബേബി. താങ്ക് യു ചേച്ചി. മാർക്ക് പറയുന്നതിന് മുമ്പേ എന്താ പ്രാർത്ഥിക്കുന്നേ? എന്താ പ്രാർത്ഥിച്ചു? ഇപ്പൊ ഏത് ദൈവത്തിനെ വിളിച്ചേ? ഗുരുവായൂരപ്പനെ. ഗുരുവായൂരപ്പ നീ ഒന്ന് ശരിയാക്കി തരണം. അതെ, ഗുരുവായൂരപ്പ നീ ശരിയാക്കണം. അപ്പൊ ആവണിക്കുട്ടി, എന്തോ ആവണിക്കുട്ടിയുടെ ഇന്നത്തെ മാർക്ക് is 96 out of 100. ആവണിക്കുട്ടിയും എന്തോ ഇപ്പൊ അടിപൊളിയായിട്ട് പാടി. നമുക്ക് അടുത്ത പാട്ട് ഇതിനേക്കാൾ ബെറ്റർ ആക്കണം. ഓക്കെ, ചേച്ചി, നമുക്ക് ഇനി ഒരു ലിറ്റിൽ ഏഞ്ചൽ പാട്ട് കേട്ടാലോ? ഞാൻ റെഡി ആയിരിക്കാണ്. ആരാ വരുന്നേ? നമ്മുടെ സ്വന്തം ആദികേഷ് കുട്ടൻ. വിളിക്കട്ടെ? ലെറ്റ്സ് വെൽക്കം ആദികേഷ് ഓൺ സ്റ്റേജ്. മിടുക്കനായിട്ട് ഓടി വരുന്ന ആള്. സ്റ്റൈലിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഷർട്ട്, നല്ലൊരു തിളക്കം അല്ലേ ചേട്ടാ? നല്ല രസമുള്ള ഷർട്ട്. മാലയൊക്കെ ഇട്ടിട്ട്. അയ്യോ, ഇതൊക്കെ സ്വർണ്ണമാണോ? പിന്നെ വെള്ളിയാണോ? വെള്ളിയാണോ? ചെലങ്കൊക്കെ ഇട്ടുണ്ടോ? ഇത് ആദികേശ അല്ലല്ലോ, ഇത് വേറെ ആരോ ആണല്ലോ. ഇതാരാ? ഇത് കുഞ്ഞുമോൻ. തുറുപ്പുകുലാനിലെ കുഞ്ഞുമോൻ. അങ്ങനെ വരട്ടെ. കുഞ്ഞുമോന്റെ വാഹനം എന്താന്ന് അറിയാമോ ചേട്ടാ? ആന. ആന വരും. ഇപ്പൊ ഇങ്ങോട്ട് വരുമോ? അപ്പൊ മറ്റേ പാട്ടാണോ പാടാൻ പോന്നെ? പിടിയാന പിടിയാന. പിന്നെ ആ പാട്ട് തന്നെ ആയിരിക്കും, കാരണം ഒഫീഷ്യൽ നമ്മുടെ ആനക്കാരനാണല്ലോ. ശരിയാ, കഴിഞ്ഞ സ്ഥിരമായിട്ട് ആനപ്പാട്ടാ. ആനയില്ലാതെ ഒരു കളിയില്ല. അത് ശരി. ആന എത്ര ഇഷ്ടാണോടാ? ഏറ്റവും ഫേവറേറ്റ് മൃഗം ആനയാണ്. എന്നാ പിന്നെ ആനകേശം ആക്കാല്ലേ? അല്ല അല്ലേ? ഓക്കെ, ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. സിനിമ തുറുപ്പ് 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 ഗുലാൻ. ഓക്കെ, സെറ്റ്. പാടിയത് വിനീത് ശ്രീനിവാസൻ അങ്കിൾ. ഓക്കെ. മ്യൂസിക് അലക്സ് പോൾ അങ്കിൾ. ഓക്കെ. ലിറിക്സ് കൈതപ്പുറം മാഷ്. മിടുക്കൻ. അപ്പൊ അടിപൊളിയെ പാടണേ. ഡാൻസ് കളിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ കൂടെ? കൂടുതൽ ആൾക്കാരുണ്ട്. 5 പേരുണ്ട്. എന്നാ അവരെയും വിളിച്ചോ. പിടിയാന പിടിയാന ഞാ മദയാന മദയാന
എന്നും സ്വന്തമാന നിഴലാന പിടിയാന പിടിയാന മതയാന മതയാന വരത്താന ഇതത്താന ഇതുതാനേ നിഴലാന ഞാനൊരു പടയാന ഇതഞ്ഞാൽ ഇതേണ കൊമ്പനാന പറയാനതറിയാന അതുത്താൽ ഞാനൊരു കുഴിയാന ഞാനൊരു പടയാന ഇതഞ്ഞാൽ ഇതേണ കൊമ്പനാന പറയാനതറിയാന അതുത്താൽ ഞാനൊരു കുഴിയാന മാതള മലരിന്റെ താമര ഇതളിന്റെ തണുവുള്ള തുറുപ്പുകുലാന കുഞ്ഞു മാതള മലരിന്റെ താമര ഇതളിന്റെ തണുവുള്ള തുറുപ്പുകുലാന എന്നും സ്വന്തമാന നിഴലാന പിടിയാന പിടിയാന മതയാന മതയാന വലത്താന ഇലത്താന ഇതുതാനേ നിഴലാന നല്ലതിനിടയാന വിളിച്ചാൽ വരുമൊരു തുണയാന നല്ലതിനിടയാന വിളിച്ചാൽ വരുമൊരു തുണയാന നൊമ്പരമറിയാന വന്നതു കാറ്റായൊഴിയാന ആതിര രാവിലെ അമ്പിളി പോലുലുണരണ തുറുപ്പുകുലാന തിരുവാതിര രാവിലെ അമ്പിളി പോലുലുണരണ തുറുപ്പുകുലാന എന്നും സ്വന്തമാന നിഴലാന പിടിയാന പിടിയാന മതയാന മതയാന മൈടിയാന പിടിയാന മതയാന മതയാന വരത്താന ഇടത്താന ഇതുതാനേ നിഴലാന ഇനി എന്തു ഞാൻ പറയാന ഇനി എന്തോന്ന് ഞാൻ പാടാന എന്നും സ്വന്തമാന നിഴലാന പിടിയാന പിടിയാന മതയാന മതയാന വലത്താന ഇടത്താന ഇതുതാനേ നിഴലാന മിടുക്കൻ. ഏയ് ഡാൻസേഴ്സ് മക്കൾസ് കരക്കി അടിപൊളി. क्या नाम है आपका ആൻഡ്രിയ आंड्रिया correct. करेक्ट ആദിശങ്കരസ് यस आदि ദേവനന്ദ് വിഷ്ണു വിഷ്ണു വിഷ്ണു. ഹിദാ ഫാത്തിമ ഓ കരക്കി ഇവിടെ നമുക്ക് ഒരേ ഒരു ആദ്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പൊ രണ്ടാദ്യമായാലോ എന്താ അങ്ങനെ ആദ്യമുണ്ട് ഇപ്പൊ മൂന്നാദ്യമുണ്ട് ഒരെണ്ണം എന്റെ സ്കൂളില് ആ. ഒരെണ്ണം ഞാൻ ഒരെണ്ണം ഇപ്പൊ ഇവൻ ആദി ഈ പിടിയാനെന്ന് പറഞ്ഞെന്താ വലിക്കാൻ നമ്മളെ പിടിച്ചു വലിക്കാനുള്ള ആനയാണ് അതാണല്ലേ പിടിച്ചിട്ട് പിടിയാന. വലിക്കാൻ അതാണ് പിടിയാ. അതാണ് പിടിയ പക്ഷെ ആന വലിച്ച ഇത്ര വലിയ ആന വലിച്ച കിട്ടൂ പിടിക്കാൻ പറ്റും നമുക്ക് അങ്ങനെ. ആ പിടിച്ചിട്ടുണ്ടോ എപ്പോ പക്ഷെ അച്ഛൻ പിടിച്ചിട്ടുണ്ട് അച്ഛൻ അച്ഛൻ കാട്ടിൽ നിന്ന് പിടിച്ചോ ആനയെ പിടിച്ചോ പക്ഷെ അച്ഛന് കാട്ടിൽ പോയ അച്ഛന് പേടിയാ തുറുപ്പ് ഗുലാന എന്ന് പറഞ്ഞിട്ട് ആനുണ്ടോ ഉണ്ട്
ഉണ്ട്. അതെന്താ ആന? തന്നെയാണ്. ഇത് തന്നെയാണോ? എല്ലാ ആനയ്ക്കും ഒരു പേരിടും. അങ്ങനെയാണോ? ഇതൊക്കെ ആരാ പറഞ്ഞു തന്നെ? ഇതെല്ലാം ഞാൻ തന്നെ പഠിച്ചു. ആ സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരോ? ആ സ്റ്റെപ്പ് ഒന്ന്. ഓ അത് ശരി, കൊള്ളാലോ. പിന്നെ വേറെ ഏതൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ, പെട്ടെന്ന് കാണിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ, അതെങ്ങനെയായിരുന്നു? യെസ്. അപ്പൊ അച്ഛൻ പട്ടാളത്തിൽ നിന്ന് വന്നിട്ട് പാട്ടൊന്നും പഠിപ്പിച്ചെന്നില്ലേ? അച്ഛനാണ് പഠിപ്പിച്ചു തന്നത്. പക്ഷെ അമ്മ ഇന്നലെ വന്നതേ ഉള്ളൂ. ഇന്നലെ വന്നതേ ഉള്ളൂ. അമ്മ എവിടെയായിരുന്നു? എന്റെ വീട്ടിലെ. ഓ, വില്ലയിലേക്ക് ഇന്നലെ വന്നേ ഉള്ളൂ അല്ലേ? അങ്ങനെ. ഓക്കെ. ഈ ഡാൻസ് കളിച്ച പിള്ളേരൊക്കെ കലക്കിട്ടോ, നല്ല രസമാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഡാൻസ് കൂടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് പാട്ടിന്റെ ഒരു എന്താ പറയാ, ആ ഭംഗി അങ്ങോട്ട് കൂടിയത്. എല്ലാരും നല്ല കഷ്ടപ്പെട്ടു ഇവരൊക്കെ പഠിപ്പിക്കാൻ. എന്ത് പറ്റി? ആരാ പഠിപ്പിച്ചേ? മാസ്റ്റർ. ആണോ? ഓ, ഇത് മാസ്റ്ററുടെ പേരെന്താ? അഭിഷേക്. അഭിഷേക്. ആ, ഓ, ഡാൻസ് സ്കൂളുണ്ടോ? അതെ, അടൂര്. താണ്ഡവ ഡാൻസ് സ്റ്റുഡിയോ. താണ്ഡവ ഡാൻസ് സ്റ്റുഡിയോ. ഓ, കൊള്ളാം. നന്നായിരുന്നു പിള്ളേരുടെ ഡാൻസ്, കൊള്ളാം. അപ്പൊ എന്തായാലും തുറുപ്പുകുലാൻ ആനപ്പാട്ട് അടിപൊളി. കൂടെ കൊണ്ടുവന്ന ഡാൻസേഴ്സ് അതിനേക്കാൾ അടിപൊളി. പിന്നെ അതിന്റെ ഇടയിൽ ഇതിലെ കൂടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ ഷെയ്ക്കാൻഡും ഒരു സലാമും കിട്ടി. അത് അതിനേക്കാളും അടിപൊളി കേട്ടോ. എനിക്ക് മനസ്സിലായി, നല്ല മിടുക്കനാണ് ആദി കേസ്. വീണ്ടും തെളിയിക്കുന്ന കിടിലൻ പെർഫോമൻസ്. എന്നാ പിന്നെ ആദി കേസിനും നമ്മുടെ കൂടെ വന്ന് മിടുക്കന്മാരും മിടുക്കത്തികളുമായ ഡാൻസേഴ്സിനും എല്ലാവർക്കും വരട്ടെ ഒരു അടിപൊളി മധുരമഴ. അതെ, 10 വരെ ഞാൻ എണ്ണൂട്ടോ. അതിന്റെ ഇടയ്ക്ക് എല്ലാവരും എടുക്കൊണ്ട് വേണേ. 10 വരെ ഞാൻ എണ്ണും. 1 2 3 4 5 6 7 8 9 10. കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെയൊക്കെ ആദ്യം ഇവിടെ എത്തിക്കഴിഞ്ഞു. ആദികേശ് എവിടെ? ആദ്യം എവിടെ പോയോ? എവിടെ എത്തിയോ? 10 കഴിഞ്ഞൂട്ടാ. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി ടോപ്പ് സിംഗർ വേദിയിൽ ഒരു സന്തോഷമുള്ള കാര്യം നടക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ MJ അങ്കിളിനെയും ആര്യ ചേച്ചിയെയും മധു അങ്കിളിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം. അശ്വതി, എന്തോ നമ്മുടെ മലയാളികളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ കുട്ടൻ ചേട്ടൻ MJ അങ്കിളിന് ഒരു പ്രഷ്യസ് ആയിട്ടുള്ള അവാർഡ് കൽക്കട്ടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് എല്ലാവരും അറിഞ്ഞു കാണണം. അശ്വതിയും അറിഞ്ഞു കാണും ചിലപ്പോൾ. യെസ്. അപ്പോൾ മദർ തെരേസ ഇന്റർനാഷണൽ അവാർഡാണ്. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കാനാണ് നമ്മളെല്ലാവരും ഈ കൂടിയിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, അതിൻ്റെ മദർ തെരേസ അവാർഡ് അദ്ദേഹത്തിന് നൽകാനായി കൊൽക്കത്തയിൽ നിന്ന് തന്നെ ആളുകൾ വന്നിട്ടുണ്ട്. വലിയൊരു കാര്യമാണ്. കാരണം ടോപ്പ് സിംഗർ വേദിയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാന്ന് പറയുന്നത് നമ്മുടെ MJ അങ്കിൾ നടക്കാന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും. അതെ. അപ്പൊ ഈ മഹനീയമായിട്ടുള്ള ഈ സന്തോഷ വേദിയിലേക്ക് നമ്മുടെ എല്ലാമായ ഫ്ലവേഴ്സിന്റെ MD-യുമായ 24 ന്യൂസിന്റെ ചീഫ് എഡിറ്ററുമായ ശ്രീകണ്ഠൻ ചേട്ടന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം തന്നെ കൊൽക്കത്തയിൽ നിന്ന് മദർ തെരേസ അവാർഡ് കൊടുക്കുവാനായി ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ വന്നിട്ടുണ്ട്. ഡോക്ടർ MP റൊസാരിയോ, വൈസ് ചെയർമാൻ, മദർ തെരേസ ഇന്റർനാഷണൽ അവാർഡ്. മിസ്റ്റർ തപൻ റോയ്, ഇന്റർനാഷണൽ വൈസ് ചെയർമാൻ ഓഫ് മദർ തെരേസ ഇന്റർനാഷണൽ അവാർഡ്സ്. ആൻഡ് മിസ്റ്റർ ജോസഫ് ചാക്കോ, ജനറൽ സെക്രട്ടറി ഓഫ് ഇന്റർനാഷണൽ മദർ തെരേസ അവാർഡ്സ്. നിങ്ങൾ മൂന്നുപേർക്കും സ്വാഗതം. യു ആർ മോസ്റ്റ് വെൽക്കം ടു ദിസ് ബ്യൂട്ടിഫുൾ സെറ്റ്. You know that this is a children's program, Flowers Top Singer. This is a very most popular program in Malayalam. Across the world, the Malayalis are enjoying this program, and M. Jayachan is one of the judges of this program. Thank you for the pain you have taken to reach here from all the way from Kolkata. And actually, it is a very gracious occasion, we know. Thank you. Thanks a lot. Anyway, we are really honored because he's the first Malayali to get such a prestigious award in the field of the entertainment industry. മലയാള ചലച്ചിത്ര ലോകത്ത് ഇത് ആദ്യത്തെ അവാർഡ് ജയചന്ദ്രനാണ് കിട്ടുന്നത്. കൺഗ്രാജുലേഷൻസ് എം ജയചന്ദ്രൻ.
because of his invaluable contribution, remarkable contribution to the music industry here in Kerala. So we are honored. Therefore, we decided to come all the way from Calcutta to honor and acknowledge Mr. M. Jayachandran. Thank you. And for the past 26 years, we carry on the legacy of Mother Teresa through this award. And countless people all over the world have received the award in different categories in field of social service, entertainment, sports. So we recognize about 13 to 14 people every year. അതുല്യ പ്രകടനങ്ങളിലൂടെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് ഓൾ ഇന്ത്യ മൈനോറിറ്റി ആൻഡ് വീക്കർ സെക്ഷൻ കൗൺസിൽ നൽകുന്ന ഇന്ത്യയിലെ പ്രമുഖ പുരസ്കാരമാണ് സെയിന്റ് മദർ തെരേസ ഇന്റർനാഷണൽ അവാർഡ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും എഡ്യൂക്കേഷൻ, കൾച്ചർ, മ്യൂസിക് ആൻഡ് എന്റർടൈൻമെന്റ്, സോഷ്യൽ വർക്ക്, സ്പോർട്സ്, ഇൻഡസ്ട്രി, മീഡിയ അങ്ങനെ ജനകീയ പ്രസക്തമായ മേഖലകളിലെ കഴിവുറ്റവർക്ക് കഴിഞ്ഞ 25 വർഷങ്ങളായി നൽകുന്ന ഈ പുരസ്കാരം ഇതാ ആദ്യമായി കേരളത്തിലേക്ക്. സെയിന്റ് മദർ തെരേസ ഇന്റർനാഷണൽ അവാർഡിന് ഇത്തവണ അർഹനായിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ സംഗീത സംവിധായകനും ഗായകനുമായ ശ്രീ എം ജയചന്ദ്രനാണ്. ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. ടോപ്പ് സിംഗറിന്റെ സ്വന്തം എം ജെക്ക് ഏറെ അഭിമാനത്തോടെ പ്രിയപ്പെട്ട എം ജെക്ക് ആശംസകൾ നേരുന്നു. So today we are really honored and privileged to confer the prestigious Mother Teresa International Award to Mr. Madhusudan Jayachandran Nair, an Indian composer, singer and musician. He has won the Kerala State Film Award for Best Music Director a record number of 9 times. In 2005, he also won the State Award for the Best Male Singer. He has composed music for 126 films and won several awards. And today, he is winning the prestigious Mother Teresa International Award. I request a round of applause for all of us for this prestigious award. So now we request Dr. M.P. Rosario, Vice Chairman of our committee, Mr. Tapan Roy, International Vice Chairman, Mr. Srikandan Nair, Chief Editor, 24, and MD of Flowers TV to present the award. പ്രിയമുള്ളവരെ, ലോകമെമ്പാടും ഇരുന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾക്കറിയാം ഇതൊരു ധന്യ നിമിഷമാണ്. കേരളത്തിൻ്റെ സ്വന്തം എം ജയചന്ദ്രൻ ദേശീയ തലത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു നിമിഷമാണിത്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ ഒരു സംഗീത സംവിധായകനാകുന്നു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ ഒരു ഗായകനായി നമ്മുടെ മലയാളത്തിലെ പ്രിയങ്കരനായ എം ജയചന്ദ്രൻ മാറുന്നു. അഭിനന്ദനങ്ങൾ ജയചന്ദ്രൻ. നമുക്കറിയാം നമ്മുടെ മലയാള ചലച്ചിത്ര സംഗീതത്തിൽ ഇത്രയേറെ ഭാവം കൊണ്ടുവന്ന സംഗീത സംവിധായകർ കുറവാണ്. അതിൽ മുൻനിരയിൽ 4-5 പേരെ നമ്മൾ എടുത്തു വെച്ചാൽ അതിൽ നല്ലൊരു സ്ഥാനം എം ജയചന്ദ്രനുണ്ട്. ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ ജയചന്ദ്രനെ കാണുന്ന കാര്യം, ശ്രേയ ഘോഷാൽ ഇവിടെ വന്ന് നമ്മുടെ ചില പാട്ടുകൾ പാടുമ്പോൾ അതിൽ ഇത്രയധികം മലയാളിത്തം എങ്ങനെ വന്നു എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട്. ബംഗാളും കേരളവുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ മൊയ്തീൻ എന്ന സിനിമയിൽ ശരിക്കും കാത്തിരുന്ന് എന്നുള്ള പാട്ട് അവർ വേദിയിൽ പാടുമ്പോൾ കോന്നിക്കടുത്ത് എവിടെയോ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരു പെൺകുട്ടി പാടുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും എം ജയചന്ദ്രനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നല്ല സംഗീതം കൊണ്ടുവരുമ്പോൾ നല്ല സാഹിത്യവും അതിനോടൊപ്പം ഉണ്ടാകണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആളാണ് എം ജയചന്ദ്രൻ. എത്രയോ കാലമായി എത്രയോ സിനിമകളിൽ ജയചന്ദ്രൻ്റെ ഏറ്റവും സമ്പുഷ്ടമായ പാട്ടുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സംഗീത യാത്രയിൽ ഈ മദർ തെരേസ ഇൻ്റർനാഷണൽ അവാർഡ് ഒരു വഴിത്തിരിവാണ് എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഇന്ത്യൻ സിംഗർ അല്ലെങ്കിൽ ഇന്ത്യൻ സംഗീത സംവിധായകൻ എന്നൊരു തലത്തിലേക്ക് എം ജയചന്ദ്രൻ ഉയരുമ്പോൾ ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു മണ്ണ് അഭിമാനിക്കും, സന്തോഷിക്കും, എനിക്ക് ഉറപ്പാണ്. എല്ലാ ആശംസകളും എം ജയചന്ദ്രന്. ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ ഈ ഫ്ലോർ ധന്യമാക്കുന്ന
ജയചന്ദ്രൻ നമ്മുടെ കൂടി അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ പുരസ്കാരം നമുക്ക് കൂടി ലഭിക്കുന്ന പുരസ്കാരമായി നമ്മൾ കാണുന്നു. താങ്ക് യു ഗൈസ്, നിങ്ങൾ ഓൾ ദി വേ. താങ്ക് യു ജയചന്ദ്രൻ. എൻ്റെ ഹൃദയം ഇങ്ങനെ നിറയുകയാണ്. ഹൃദയം നിറയുമ്പോൾ നമുക്കറിയാം വാക്കുകൾ വരില്ല. എൻ്റെ സ്നേഹമാണ് ഞാൻ മിണ്ടുന്നത്. മദർ തെരേസയുടെ പേരിലുള്ള ഒരു അവാർഡ് എന്ന് പറയുന്നത് ഒരു അപൂർവതയാണ്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. അത് മാത്രമല്ല, അത് സ്വീകരിക്കുന്നത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഞാൻ ഏറ്റവും സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരു വേദിയിൽ, നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ഈ ടോപ്പ് സിംഗർ വേദിയിലാണ് എന്നുള്ളതും, അത് പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ ചേട്ടൻ്റെ നിന്ന് അത് സ്വീകരിക്കാൻ കഴിയുന്നത് എന്നുള്ളതും വലിയ ഒരു അംഗീകാരമായിട്ടും ഭാഗ്യമായിട്ടും ഞാൻ കാണുകയാണ്. താങ്ക്സ് എ ലോട്ട് ഫോർ മേക്കിംഗ് ഇറ്റ് ടു ദിസ് പ്ലേസ് ഫ്രം ഓൾ ദ വേ ഫ്രം കാൽക്കട്ട. യുവർ ഓർഗനൈസേഷൻ which has been helping the poor and the marginalized, I think your organization has always been a true inspiration to all of us. And I believe now that the greatest melody in the world is, of course, kindness. അപ്പോൾ മദർ തെരേസ പണ്ട് പറയുമായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മഹത്വം എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ചെറിയ കാര്യങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ചെയ്യുന്നതാണ്. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ 30 വർഷത്തെ ഈ സിനിമ സംഗീത യാത്രയായാലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഈ വേദിയായാലും, എന്തായാലും എൻ്റെ ഏത് യാത്രയാണെങ്കിലും അതൊക്കെ ചെറുതാണെന്ന് കരുതുന്ന ഒരാളാണ്. പക്ഷേ അതിലൊക്കെ എൻ്റെ നിറഞ്ഞ സ്നേഹം, എൻ്റെ ആത്മസമർപ്പണം ഞാൻ ചെയ്യാറുണ്ട്. അതിനുള്ള ഒരു അവാർഡായിട്ട് എനിക്ക് തോന്നുന്നു. I received this award with humility and gratitude, sir. Thank you so much. Also, we want to express our gratitude to Mr. Srikandan Nair, MD of Last TV, Chief Editor 24, for his warmth and hospitality. We want to present a small award for him also in token of our appreciation. We request Mr. Vice Chairman Tapan Roy. Also, Uttarias to our renowned singers who are on stage also, Madhu Balakrishnan. And Miss Arya Dayal. മദർ തെരേസ ലോകത്തിലെ ഏറ്റവും കാരുണ്യത്തിൻ്റെ വെളിച്ചമായി മാറിയ ആ അമ്മയുടെ ഒരുപക്ഷെ ഒരു കാരുണ്യം ചൊരിഞ്ഞതാകാം ഈ പുരസ്കാരമായി നമ്മുടെ മേൽ പതിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ലോകം മുഴുവൻ ഒരമ്മയുടെ വാത്സല്യമുണ്ട് എന്നിപ്പോഴും ആളുകൾ വിശ്വസിക്കുന്ന സാക്ഷാൽ മദർ തെരേസയുടെ ആളുകളാണ് ഇവിടെ വന്ന് നമ്മളെയൊക്കെ ആദരിച്ചെന്നറിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഉൾപ്പുളകവും ആവേശവും അഭിമാനവും തോന്നും. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. MJ അങ്കിളെ, Yeah. നിങ്ങളെല്ലാരും ടൂർ പോവാൻ റെഡിയാണോ? റെഡിയാ. അതെ, നിങ്ങളെ ഞാൻ കൊടൈക്കനാൽ, ഊട്ടി അവിടേക്കൊക്കെ ഞാൻ കൊണ്ടുപോകും. ഒരാളിൽ കൂടെ ഞാൻ കൊണ്ടുപോകും. ഒരാളിലൂടെ ഞാൻ റെഡിയാണ്. 3 പേരുണ്ട്. അതെ, വിളിക്കട്ടെ. ഒരു ടൂർ ഗൈഡ് ഉണ്ട്. ടൂർ ഗൈഡ് വരാൻ പോവാണ്. നമ്മൾ അവരുടെ കൂടെ നമ്മൾ ഊട്ടി കൊടൈക്കനാലൊക്കെ ശേഷമാണ്. അതെ, വിളിക്കട്ടെ. അപ്പൊ നമ്മുടെ ടൂർ ഗൈഡിന്റെ പേര് കുട്ടുമണിക്കുട്ടൻ. യെസ്, അതെ, വിളിച്ചാലോ? വെൽക്കം ടൂർ ഗൈഡ് കുട്ടുമണി ഓൺ സ്റ്റേജ്. I'm an authorized guide. ഞാനൊരു authorized guide. ടൂർ ഗൈഡ് ഞങ്ങളെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകും? ഞാൻ കൊടൈക്കനാൽ ചുറ്റാൻ കൊണ്ടുപോവാ. പിന്നെ കൊടൈക്കനാലിലെ
പ്രകൃതി കാണിക്കാൻ പ്രകൃതി കൊണ്ടുപോവാ. ആസ്വദിക്കാൻ കൊണ്ടുപോവാ. അതെ, പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉണ്ട്. എന്തൊക്കെ മേടിച്ചായിരുന്നു ഞങ്ങക്ക് കൊണ്ടുപോയാ? അവിടെ അവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം വാങ്ങിച്ചു. അതൊക്കെ മേടിച്ചു തരാം. കാശ് വേണം എനിക്ക്. കാശ് വേണം, ചാർജ് വേണം. അത് പറ്റൂല. അവർക്കൊക്കെ മേടിച്ചു കൊടുക്കോ? അവർക്കൊക്കെ മേടിച്ചു കൊടുക്കുന്നതിന് എനിക്ക് ഇങ്ങോട്ട് ചാർജ് തരണം. അത് ശരി. അത് ശരി. ആഹാ, പിന്നെ ഞാൻ കമ്മീഷന്റെ ആളാണല്ലേ? ഇല്ല. എനിക്ക് ഈ സാധനം അത് മെയിൻ. ശരി ആണല്ലേ ഇത് ജോർജ് കുട്ടി? മെയിനാണ്. കുട്ടുമണിക്ക് സംഗതി മാത്രമല്ല, എന്ത് കാര്യം പറയണമെങ്കിലും കൈ ഇങ്ങനെ പോകും. കൊടൈക്കനാൽ ഇങ്ങനെ ഞാൻ Guys. ടൂർ കൊണ്ടുപോകും. അതെ 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 അതെ. ഐ ആം ദ ടൂർ ഗൈഡ്. ടൂർ ഗൈഡ്. I'm authorized guy. ഓതറൈസ്ഡ് ഗൈഡ്. എല്ലാവരും കേട്ടല്ലോ അല്ലേ ഈ ഗൈനെ പറ്റി? അല്ല ഗൈഡ് അല്ല ഗൈഡ്. ഓക്കെ, ടൂറിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് ടൂറിന്റെ മാനേജറാണ്, അത് മധു ബാലകൃഷ്ണനാണ്. പറയട്ടെ, 1987 റിലീസ് ചെയ്ത ജനുവരി ഒരു ഓർമ്മ അല്ലേ? ജനുവരി ഒരു ഓർമ്മ എന്ന സിനിമയിലെ പാട്ടാണ് ഇപ്പൊ പാടാൻ പോകുന്നത്. അതെ. ഡയറക്ട് ചെയ്തത് ജോഷി സാറാണ്. യെസ്. ലിറിക്സ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഷിബു ചക്രവർത്തി, ഷിബു Yes. ചേട്ടനാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് മറ്റൊരു ലെജൻഡ് മ്യൂസിക് ഡയറക്ടർ ഔസേ പച്ചൻ, ഔസേ പെട്ടറാണ്. യെസ്. ഇപ്പൊ പാടാൻ പോകുന്ന പാട്ട് പാടിയിരിക്കുന്നത് ദാസേട്ടനല്ലേ? അതെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ലാലേട്ടൻ, കാർത്തിക ചേച്ചി, അങ്ങനെ അതെ. അവരൊക്കെ എന്റെ പേര് ടൂർ ഗൈഡ് കുട്ടുമണിക്കുട്ടൻ എന്നല്ല. ആ പിന്നെ എന്റെ പേര് ടൂർ ഗൈഡ് രാജു എന്നാ എന്റെ പേര്. രാജു എന്നാണ് പേര്. അപ്പൊ ടൂർ ഗൈഡ് രാജു എന്ന് പാടാൻ പോകുന്ന പാട്ട് പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ, Correct. അതല്ലേ? Yes. ഓക്കെ, പെർഫോമൻസ് റൗണ്ട്. Yes. പൊളിക്കണം. അതെ. പൊളിക്കും. ഓൾ ദ അപ്പൊ ബെസ്റ്റ്. രാധയുടെ രാധയോ? രാജു രാധ. ആ രാജുവിനോട് എപ്പോഴും രാധ കാണുമല്ലോ. രാധ രാധ ഉണ്ടാവുമല്ലോ. വന്നിട്ടില്ല, പക്ഷെ എന്റെ കൂടെ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആണോ? അതാരൊക്കെ? അതൊക്കെ അതാരാ? ആരൊക്കെയാ ഗസ്റ്റ്? ഇത് എന്റെ അമ്മയുടെ ഫ്രണ്ടാണ് അനുപമ ആന്റി. ഓക്കെ. ആ അനുപമയൊക്കെ നമുക്ക് നേരത്തെ പരിചയമുണ്ടല്ലോ. പിന്നെ പിന്നെ അത് അനുപമ ആന്റിയുടെ മോള് നന്ദിത. അഭിനേതാക്കളാണ് അവര്, സിനിമയിലൊക്കെ അഭിനയിക്കാറുണ്ട്. Yes. ആ കുട്ടി എന്റെ നന്നായിട്ട് പാട്ട് പാടും. ഫസ്റ്റ് ആൽബത്തില് എനിക്ക് പാടാൻ ആ. ഫസ്റ്റ് ആയിട്ട് ഒരു ആൽബത്തില് ചാൻസ് തന്ന ഇവരാണ്. ഇവരാണല്ലേ? വെരി ഗുഡ്. അപ്പൊ കുട്ടുമണി എന്തോ? നമുക്ക് പാടാന്നാ. യെസ്.
കോറസ് വെരി നൈസ് വെരി നൈസ്. ഇതാരാണ്? അമ്പലപ്പുഴ അലമേലു. അമ്പലപ്പുഴ അലമേലു. അസ്ന. അസ്ന ഓഫ് കോഴ്സ്. ആയുശ്രീ, നിവേദ്യ. പാൽപായസം ഒന്നും കിട്ടിയില്ല. കൊണ്ടൊന്നില്ല. വലിയ ആളായപ്പോ പൊക്കമൊക്കെ വെച്ച് അല്ലേ? പക്ക വെച്ച് 10 കഴിഞ്ഞു അല്ലേ? പരീക്ഷ കഴിഞ്ഞു. ഇനി കൊമേഴ്സ് എടുക്കാൻ ഇങ്ങനെ ആലോചിക്കുന്നു. കൂട്ടുന്നു കിഴിക്കുന്നു മനുഷ്യൻ, എല്ലാം വെട്ടുന്നു തിരുത്തുന്നു ദൈവം. ഇന്ന് വല്ല മനസ്സിലായേ? ഒന്നും മനസ്സിലായില്ല. മലയാളം ക്ലാസ്സിൽ പാഠം പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. അച്ചു എനിക്ക് ആ കസു അത് വേണ്ട. എന്നാലും അതെന്താ അത് തിരിച്ചു തരാം. വേണ്ട, ഇത് ഞാന് ഒത്തിരി കാശൊക്കെ കൊടുത്ത് വാങ്ങിച്ചു. ഒത്തിരി തരുംന്ന്. എന്നാ പിന്നെ മാർഗമില്ല കേട്ടാ. ഞാൻ ഒരു വട്ടം കൊടുക്കാം. മാർക്ക് വേണം, അങ്ങനെ എനിക്ക് തരാം. എന്റെ ഫേവറേറ്റ് ഇൻസ്ട്രുമെന്റ് ഞാൻ എങ്ങനെയൊക്കെയോ വാങ്ങിച്ചു വെച്ചതാ. എന്നെ അമ്മ സോപ്പിട്ട് വാങ്ങിച്ചത്. അമ്മയെ സോപ്പിട്ടു. നാദസ്വരക്കാരെ താറാവിന്റെ ഒക്കെ ശബ്ദം ഉണ്ടാക്കണത്. എനിക്ക് പിന്നെ ഇതില് കല്യാണം ചെയ്യുമ്പോ ഉള്ള ആ സാധനം വായിക്കാറ്. വായിക്കാം. ട്രൈ ചെയ്തു. ഒരുവിധം ഒപ്പിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ ഇതൊന്നും. പക്ഷെ ഇവൻ അസാധ്യമായിട്ട് വായിക്കണുണ്ടല്ലേ? ശരിക്കും എങ്ങനെയാ സംഭവം എന്ന് വെച്ചാൽ ഇത് ഒന്നും പഠിക്കാനും മാത്രമില്ല. ചുമ്മാ പാടിയാ മതി. ഇതിങ്ങനെ പിടിക്കുക, വായി വെക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു പാട്ട് ഹം ചെയ്യുക. ക്യാപ്റ്റൻ കൊടുത്തു നോക്കൂ. MJ sir, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതൊന്നും പറഞ്ഞില്ല. ടൂർ ഗൈഡ് രാജു തെറ്റിച്ചിട്ടാണ് പറഞ്ഞു തന്നത്. ഈ സൈഡിൽ കൂടെയാണോ അത് ചെയ്യേണ്ടത്? പക്ഷെ നമുക്ക് രണ്ട് സൈഡിൽ ഇത് വലിയവർക്ക് വേണ്ടി വായിക്കാം, ഇത് പിള്ളേർക്ക് വേണ്ടി വായിക്കാം. ശബ്ദം വരും. ശരി, രണ്ടും സെയിം ആണ്. കണ്ടോ, കുട്ടിയാണെന്ന് വിചാരിച്ചു MJ sir. അതാണ് ഈ പ്രത്യേകിച്ച് ഒരു കുട്ടികൾക്ക് വേണ്ടി വായിക്കാൻ തന്നെ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. കസു. It's for kids, but you can also play it. Oh, thank you. എന്റെ one of the favorite instrument ആണ്. എനിക്ക് ഇതിന്റെ നൊട്ടേഷൻ ഒന്നും പഠിക്കാൻ കൊണ്ടുവരാനൊക്കെ. അതെ. മിസ്റ്റർ രാജു അല്ലേ? എന്തോ നന്നായിരുന്നു, നല്ല സെലക്ഷൻ ആണ്. താങ്ക് യു. ഉഗ്രൻ, നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ജനുവരി ഒരു ഓർമ്മ. എന്റെ അച്ഛനും ഒരുമിച്ച് പണ്ട് കുട്ടിക്കാലത്ത് പോയ സിനിമ അത് കാണാൻ. ഓക്കെ, ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പാടിയിട്ടോ. പക്ഷെ ഈ ബ്രത്ത് പ്രോബ്ലം ഉണ്ട്. ബ്രത്ത്, അതായത് പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ രാത്രി പൊന്നാട നെയ്യുന്നു പൂന്തിങ്കളിൽ മഞ്ഞു പെയ്യുന്ന മാർഗഴി മാസവും വന്നെത്തി എന്നിട്ടും എന്തേ വരുന്നില്ല പൈങ്കിളി. അങ്ങനെയും പാടാം ഒറ്റ ശ്വാസത്തില്. അല്ല, അങ്ങനെ പാടാന്ന് പറഞ്ഞതാ. അങ്ങനെയും പാടാം, പക്ഷെ എടുക്കേണ്ട സ്ഥലത്തൊക്കെ ശ്വാസം എടുക്കണം. അതായത് പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ അവിടെ ശ്വാസം എടുക്കാം. രാത്രി പൊന്നാട നെയ്യുന്നു പൂന്തിങ്കളിൽ അവിടെ ശ്വാസം എടുക്കാം. മഞ്ഞു പെയ്യുന്ന മാർഗഴി മാസവും വന്നെത്തി എന്നിട്ടും എന്തേ വരുന്ന അവിടെ ഒരുമിച്ച് പോകണം. പക്ഷെ അത്രയും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഈ കുഞ്ഞു പ്രായത്തിൽ. അതെ, എന്നിട്ടും എന്തേ. മാസവും കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ബ്രത്ത് അങ്ങനെ എടുക്കാം. മഞ്ഞു പെയ്യുന്ന മാർഗഴി മാസവും വന്നെത്തി എന്നിട്ടും എന്തേ വരുന്നില്ല പൈങ്കിളി. യെസ്, അങ്ങനെ തന്നെ. അപ്പം മാർഗഴി മാസവും കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അവിടെ, ചെറിയൊരു ഷോർട്ട് ബ്രത്ത് എടുക്കാനുള്ള സമയമുണ്ട്. അപ്പൊ നേരത്തെ പാടിയ പോലെ എന്നിട്ടും എന്നെടുക്കേണ്ടി വരില്ല. അപ്പൊ ഒരുമിച്ച് പാടാൻ പറ്റും കേട്ടാ. അതാണ് എനിക്ക് തോന്നിയത്. ആ പല്ലവി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പൂക്കൈത പാടുന്നില്ലേ? പൂക്കൈത, അതിന്റെ പൂ വേറെവിടേക്കോ പോയി, ശ്രുതി ചേർന്നില്ല കേട്ടാ. പിന്നെ അനുപല്ലവിയുടെ ഫസ്റ്റ് 2 ലൈൻസ് കുറച്ച് ഒരു മൈന്യൂട്ടായിട്ട് ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ചരണത്തിന്റെ ആ ഭാഗം വളരെ നന്നായിട്ട് പാടി, കറക്റ്റ് ശ്രുതി ചേർന്നു. താങ്ക് യു. പിന്നെ
ദുഃഖങ്ങളല്ല, ദുഃഖങ്ങൾ. ദുഃഖങ്ങൾ. അത് ആ ബ്രത്ത് കുറച്ചും കൂടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ദുഃഖങ്ങൾ എന്ന് പറഞ്ഞു. ആണോ? അക്ഷരങ്ങളുടെ ക്ലാരിറ്റി പോയില്ലേ? പക്ഷെ കഴിഞ്ഞ നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ബ്രത്ത് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം. അപ്പൊ ഞാൻ അക്ഷരങ്ങളോ? അക്ഷരങ്ങൾ പക്ഷെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട്. ആണല്ലേ? അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ. ഞാൻ പല താളത്തിൽ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടേ, പക്ഷെ ഈ 5/8 നടക്കുന്ന ആളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയാണ് ഇത് ഖണ്ഡത്തിൽ നടക്കുക. അതെങ്ങനെയായിരുന്നു അത്? അത് ഒരു കാര്യമുണ്ട്, തിരിയുമ്പോഴത്തേക്ക് താളം തെറ്റിപ്പോകുന്നുണ്ട്. തിരിയുമ്പോഴല്ലേ കുഴപ്പമില്ലല്ലേ, താളം തെറ്റാല്ലേ? അപ്പൊ ഓരോ തിരിച്ചിലിനും ഓരോ താളം തെറ്റിയാ എന്താവും? അയ്യോ, സാധാരണ നീ തരികിടയിലാണ് നടക്കുന്നത്, ഇത് തകതകിടയിലാണ് നടന്നത്. പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ ആ പൂ അല്ല, ആദ്യത്തെ അക്ഷരം സ്ട്രെസ് ചെയ്യണം. ഓരോ ഫ്രേസിന്റെയും ആദ്യത്തെ അക്ഷരം സ്ട്രെസ് ചെയ്താൽ നന്നായിരിക്കും. പൂക്കൈത പൂക്കുന്ന പാടം. പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ രാത്രി പൊന്നാട നെയ്യുന്നു പൂന്തിങ്കളിൽ. ഇനി അത് പാടിക്കേ. പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ രാത്രി പൊന്നാട നെയ്യുന്നു പൂന്തിങ്കളിൽ മഞ്ഞു പെയ്യുന്ന മാർഗഴി മാസവും വന്നെത്തി എന്നിട്ടുമെന്തേ വരുന്നില്ല പൈങ്കിളി. അങ്ങനെയാണ് വേണ്ടത് കേട്ടാ. അപ്പൊ ഇത് ഈ പാട്ട് കുറച്ചുകൂടെ ധ്വനിക്കും. അത് ഈ 5/8 ഒരു പ്രത്യേകതയാണ് അല്ലേ? തരികിടയല്ല. പിന്നെ ദുഃഖം എന്ന് പറഞ്ഞില്ലേ, ഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആകാശമാണെന്ന് ശ്രീകുമാരൻ തമ്പി സാർ പറയാറുണ്ട്. ഓക്കെ, അപ്പോ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ? ദുഷിച്ച ആകാശം. സുഖം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ആകാശം. സുഖമുള്ള ആകാശം. സുഖമുള്ള. അപ്പോ അങ്ങനെ സുഖമായിരിക്കട്ടെ. സംഗീതമേ സുഖമേ. പണ്ട് തിരുവനന്തപുരത്ത് ടി ലക്ഷ്മണ പിള്ള എന്നുള്ള ഒരു വലിയൊരു കമ്പോസർ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു പാട്ട് ഇങ്ങനെ സുഖത്തിനെ പറ്റി ഞാൻ ഈ ഓർമ്മ വരാണ്. സങ്കടമേ ജഗം ചഞ്ചലമേയകം സംഗീതമേ സുഖമേ. എന്നതിനർത്ഥം ചഞ്ചലമേ ജഗം. ഈ ലോകം ഇങ്ങനെ ചഞ്ചലമായിട്ടിരിക്കുന്നു. സങ്കടമേ ആകാം, നമ്മുടെ അകത്ത് സങ്കടമാണ്, പക്ഷെ സംഗീതമേ സുഖമേ. അപ്പൊ എപ്പോഴും എന്റെ മോന് എപ്പോഴും കുട്ടുമണിക്കുട്ടന് എപ്പോഴും സംഗീതത്തിലൂടെ സുഖം കിട്ടട്ടെ. അതാണ് മിടുക്കനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കുട്ടുമണി എന്തോ നല്ല കോസ്റ്റ്യൂം, നല്ല പ്രസന്റേഷൻ. എനിക്ക് കുട്ടുമണി സ്റ്റേജിലോട്ടേക്ക് വരുമ്പോ ഏറ്റവും ഇഷ്ടം ആ ഒരു ഓറയാണ്. എപ്പോഴും ആ ചിരിച്ചോണ്ട് ആ ഒരു ഉന്മേഷം ഇല്ലേ, ആ ഉന്മേഷം അന്നും ഉണ്ട്. ഉന്മേഷം, ആ ഉന്മേഷം എപ്പോഴും ഉണ്ട്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ കേട്ടോ. ഉന്മേഷം ഒന്നും കേട്ടിട്ടില്ലേ? ഇപ്പൊ കേട്ടോ ഉന്മേഷം. അപ്പൊ അതുണ്ട് എപ്പോഴും. കേട്ടോ, കീപ് ഇറ്റ് അപ്പ്. അത് ആക്ച്വലി പെർഫോമൻസ് റൗണ്ട് ആയതുകൊണ്ട് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഉന്മേഷം. അപ്പൊ കൊള്ളാം ഓവറോൾ. പക്ഷെ ബ്രെത്ത് ശ്രദ്ധിക്കണം. വേറെ എന്തൊക്കെ ശ്രദ്ധിക്കണം? പിച്ച് ശ്രദ്ധിക്കണം. പിന്നെ എന്ത് ശ്രദ്ധിക്കണം? അറിയത്തില്ല. അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം. പിന്നെ ഓവറോൾ നല്ല സ്ട്രെങ്ത് ഉണ്ടാവണം. ഓക്കെ, അപ്പോ മിസ്റ്റർ രാജു, രാജുവിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 97 out of 100. ഇപ്പൊ 97 ആണ്. പുതിയ ഘട്ടമാണ്. അപ്പൊ നമുക്കിനി ഉയർന്ന മാർക്ക് വേണം ഇനി. ഓക്കെ, ടൂർ ഗൈഡ് രാജു, ടാറ്റ. ഓക്കെ, ബൈ.